അല്പം താമസിച്ചു പോയി. അല്പമല്ല, ഏറെ താമസം. തണുത്ത രാത്രിയും തനിച്ചുള്ള ഉറക്കും. പുലർന്നിട്ടേ കണ്ണു തുറന്നുള്ളൂ. ഇന്ന് ദൈവത്തോട് എന്ത് ചോദിച്ചു? ഒന്നും ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്തത്? ദൈവത്തോട് രക്ഷിക്കണമെന്നല്ലാതെ ഒന്നും തരണമെന്ന് പറയാൻ പാടില്ല. അയ്യോ, എന്താ? എനിക്കൊരു അബദ്ധം പറ്റി. ഒരു സാധനം തരണേന്ന് ഞാൻ ഈശ്വരനോട് പറഞ്ഞു പോയി. എന്തോ സാധനം? ഈ നിൽക്കുന്ന സാധനം. ഞാൻ തിരിച്ചു പോയി പറഞ്ഞു ക്ഷമിക്കണം, എനിക്ക് വേണ്ടായേ എന്ന് പറഞ്ഞേക്കട്ടെ. ഓഹോ, അല്ലെങ്കിൽ വേണ്ട, പാവല്ലേ. പറഞ്ഞാലും ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിലേ തരൂ. അല്ലെങ്കിലും എനിക്കിപ്പോൾ നല്ല സമയമല്ല. ഭയങ്കര കഷ്ടകാലമാ. കഷ്ടകാലം വന്നാൽ ജന്മം പാഴാ. അതെ, എന്റെ ജന്മം പാഴാണ്. എങ്ങനെ പാഴാകാതിരിക്കും? സമയാസമയത്ത് കെട്ടിച്ചയക്കണം, അല്ലെങ്കിൽ പാഴാകും. കെട്ടിക്കാത്തതെല്ലാം പാഴാകും. ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട. നിന്റെ പ്രായത്തില് എനിക്ക് നല്ല ബുദ്ധിയാണ്. ഒരു ശ്ലോകം ഒരിക്കൽ കേട്ടാ മതി, കാണാ പടമാകും. ജി ശങ്കരക്കുറുപ്പിന്റെ ഒരേ ഒരു തീ എന്ന കവിത ഇറങ്ങിയ കാലം നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അന്ന് നീ ഉണ്ടോന്ന് എന്നെ സംശയം. അതായത് ഞാനിന്ന് ഹയർന്ന് വായിക്കുന്ന കാലം. സുന്ദരകാന്ഡം മുഴുവനും കാണാപ്പാടം പഠിക്കണം. ചമ്പു, അതെ, രാമൻ പോറ്റി എന്ന അധ്യാപകനാണ് ക്ലാസ് എടുക്കുന്നത്. നീ ഉറങ്ങിയാ? വീണ്ടും കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെ? ഈ ആഴ്ച ഇറങ്ങിയ ഏറ്റവും നല്ലൊരു കവിതയുടെ പേര് പറയുക എന്ന് പറഞ്ഞു. കൊച്ചിയുടെ ചോദ്യമാണ്. പിള്ളേരെല്ലാം നച്ചും കൊച്ചും അടച്ചിരുന്നു. എന്റെ അടുത്ത് വന്നു ഒരേ തീ എന്ന് ഞാൻ പറഞ്ഞു. ഉള്ളൂരിന്റെ കർണഭൂഷണം നീ വായിച്ചിട്ടുണ്ടോ? എവിടുന്ന് വായിക്കാൻ? ഇപ്പോഴത്തെ പഠിത്തമല്ലേ പഠിത്തം. നോക്ക്, ഇപ്പോഴത്തെ MAയും പണ്ടത്തെ ഹയറും കൂടെ നീ ഒന്ന് എടുത്തു നോക്ക്. ഈ സ്ഥാനം എടുക്കുന്ന ലാഭത്തോട് MA എടുക്കാം. ഹയറുണ്ടല്ലോ, ഹയറ്. ഈ കാറിന്റെ അത്ര വെയിറ്റ് ഉണ്ട്. എവിടെ? അപ്പൊ എവിടെ? നീ വീട് വിട്ടോണ്ടിരിക്കുന്ന ഇത്രയും നേരം ഗൗരവമുള്ള സാഹിത്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിനക്ക് അതിൽ ഒരു താല്പര്യമില്ലാതെ പോയല്ലോടാ. ഈടവേ, നീ പോയി ഒരു തൊട്ടിയെടുത്ത് വെള്ളം കൊണ്ട് നോക്കി റാസ്കൽ പോ. അയ്യോടാ മോനെ, ഇതെന്ന് തുടങ്ങി. നിനക്ക് ഭക്തി ഉണ്ടായ അച്ഛൻ അറിഞ്ഞില്ലല്ലോ. ഭക്തി നല്ലതല്ലേ? സംശയമുണ്ടോ? നിന്റെ മനസ്സ് ഭക്തിമാർഗത്തിൽ തിരിയാൻ കാരണം? അങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞൊന്നുമല്ല അച്ഛാ. അല്ലേ? അത് പറ. അതല്ലേ ഞാൻ അന്തം വിട്ടുപോയത്. പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് ചെറുക്കിയുടെ ഭക്തി ഉണ്ടാകും. അത് നിർദോഷ ഭക്തിയാണ്. പരീക്ഷ എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരുതരം ഭക്തി ഉണ്ടാകും. അത് നിർദ്ദിഷ്ട ഭക്തി. യൗവനകാലത്തുണ്ടാകുന്ന ഈ ഭക്തി ഉണ്ടല്ലോ, ഇത് നിർദ്ദയ ഭക്തിയാണ്. യാതൊരു ആവശ്യമില്ലാത്തൊരു ഭക്തിയായത്. കേട്ടോ, സൂക്ഷിക്കണം. പ്രഭാതകാലത്ത് യുവതീ യുവാക്കന്മാരുടെ ഈ ക്ഷേത്ര ദർശനം അത്ര നല്ലതല്ല മോനെ. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്, സൂക്ഷിക്കണം. എടാ മോനെ, അവിടെ കാപ്പി അടച്ചു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നീ ഒന്ന് തള്ളി റോഡിൽ നോക്കിത്താ, ഞാനങ്ങ് പോട്ടെ. ഇതെന്തോന്ന് വെച്ചാ 10-25 വർഷമായില്ലേ? ഇത് ആകെ വ്യാപാരിക്ക് എല്ലാവർക്കും കൊടുത്തൂടെ? 10-25 വർഷമായ എല്ലാ സാധനങ്ങളും ആക്രിക്ക് കൊടുക്കാനാണെങ്കിൽ ആദ്യം നിന്നെ വേണം കൊടുക്കാൻ. അതല്ല അച്ഛാ, ഞാൻ ജോലി ചെയ്യുന്നില്ലേ. അച്ഛൻ എന്തിനു കഷ്ടപ്പെടുന്നു ഈ വയസ്സുകാലത്തൊന്നും? നീ ജോലി ചെയ്ത് ചോറുണ്ണാനുള്ള ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. അത് നിനക്കൊരു ഭാര്യ ഉണ്ടാകുമ്പോ അവള് തിന്നും. അച്ഛൻ അതും ആലോചിക്കുന്നില്ലല്ലോ. ഭക്തിമാർഗത്തിലായില്ലോ. ഇനിയിപ്പോ ഞാപ്പാവ് കണ്ടുപിടിച്ചു വരും. രാവിലെ വന്ന് ഓട്ടം കിട്ടാനുള്ളതാ. ഗോപാ, നിനക്കിത് ചായ എടുത്തു വെച്ചിരിക്കുന്നു. എടാ, ചായ തണുത്ത് പോകുന്നു. നാളെ മുതൽ ഞാൻ ഈ ഗോളം പോച്ച കഴിക്കില്ല, പറഞ്ഞേക്കാം.
കഴിക്കണ്ട, പാലട ഉണ്ടാക്കി തരാം കൊച്ചു തമ്പുരാൻ. നാണമില്ലല്ലോടെ ഇങ്ങനെ പറയാൻ. ഒന്ന് ചുമ്മാ തിരിയമ്മേ, വഴക്ക് പറയാതെ. നാളെ മുതൽ ഉഴക്കരിയിട്ട് അവന് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയല്ലേ അധ്വാനിച്ചോണ്ട് വരുന്നത്, കൊടുക്കാതിരിക്കാൻ പറ്റും? അമ്മേ, ഞാൻ പോകുന്നു. അമ്മേ, ഞാനും ഒന്ന് പുറത്തേക്ക് പോവാ. അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാനുണ്ടോ? എന്റെ പൊന്നു മോൻ വരുമ്പോ ഒരു 4 കിലോ സ്വർണം കൂടെ വാങ്ങിച്ചോണ്ടോ. മോളെ, അച്ഛനെ ഇവിടെ കാപ്പി കണക്ക്. അച്ഛൻ തണുത്തത് കഴിച്ചാലും എന്റെ മോള് ചൂടായിട്ട് കഴിച്ചാൽ മതി. ഇന്ന് കാപ്പി കുടിച്ചാൽ മതി. ആ, അതെന്താ ഓവലില്ലേ? അയ്യോ, ഞാൻ ഓർത്തില്ല. ഇനി നാളെ മതി. പോരാ പാറക്കുട്ടി, എന്തോ? ആ പീടിയിൽ പോയി ഒരു നോവൽ വാങ്ങിട്ട് വാ. ഇനി വേണ്ടല്ലേ? അത് നിശ്ചയിക്കേണ്ട നീയാണോ? നിനക്കും എനിക്കുമല്ല, എന്റെ മോക്ക് വേണം. പോയി വാങ്ങിട്ട് വരും. ആ, ഓവൽ കൊണ്ടുവന്നിട്ട് കാപ്പ് കുടിച്ചാൽ മതി. നാക്ക് വെറുതെ ഇരിക്കില്ല. ഉണ്ടാകെ കാപ്പി കുടിച്ചാൽ പോരായിരുന്നോ? എന്താ മോളെ? ഏത് മിൽഖാ സിംഗ്? ആ, തന്നെ വലിയ ചാമ്പ്യനാണ്. എന്തിനു മോളെ? ഒരുപാട് തലമുടി. എന്താ അച്ഛനും മോളും ചിരി? നിന്റെ മോള് പിടിക്കുക. എന്തുണ്ട്? ചാമ്പ്യൻ മിൽഖാ സിംഗിന് ധാരാളം തലമുടിയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അയാളെ ഒരു വിവാഹം ചെയ്താൽ എന്തെന്നൊരു ചെറിയ ആലോചന. നിന്റെ മോള് തന്നെ ഇപ്പോൾ ബോധ്യമായി. ഇത് കണ്ടോ, നിന്റെ ദുർവാശി പോലെ ചില മുടികൾ. ഞാൻ ഒതുക്കി തരാം. ആ, നമുക്ക് രണ്ടുപേർക്കും കൂടി സിനിമയിൽ ഒന്ന് അഭിനയിച്ചാലെന്താ? നന്നായിരിക്കും. 6 മാസം കൂടെ കഴിഞ്ഞാ നല്ലൊരു ഗർഭിണിയായിട്ട് അഭിനയിക്കാം. കൊല്ലത്തല്ലേ പോകുന്നത്? അതെ, എന്താ സൗകര്യമുണ്ടെങ്കിൽ വീട്ടിൽ കൂടെ കയറിയിട്ട് വരണം. അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഓ, എന്തറിയാൻ, വിശേഷം വല്ലതുണ്ടെങ്കിൽ അറിയിക്കില്ലേ? ആ, നോക്കട്ടെ, സൗകര്യം ഉണ്ടെങ്കിൽ കയറിയിട്ട് വരാം. ഗോപൻ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. എന്തെങ്കിലും എവിടെയെങ്കിലും ജോലി ഉണ്ടാക്കാമല്ലോ. ഏയ്, അവനവിടെ പിടിപ്പത് ജോലിയില്ലയോ? ദിവസം എത്ര പ്രേമലേഖനം എഴുതണമെന്നറിയാമോ? ഒന്ന് ചുമ്മാ ഇരിക്കുമോ? അങ്ങനെ പറയാതെ. ശരി, ഞാനൊന്നും പറയുന്നില്ല. സത്യം പുളിപ്പല്ലയോ? അമ്മയ്ക്കും രാധയ്ക്കും കുറച്ച് തുണി കൂടെ എടുക്കണം. പോയ